ഫ്രണ്ട്സ്, വെൽക്കം ടു കൊമേഴ്സ് ട്യൂട്ടോറിയൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻഷുറൻസ് എന്ന പോർഷനാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്താണ് ഇൻഷുറൻസ്, അതിൻ്റെ പ്രിൻസിപ്പൾസ്, ഫങ്ഷൻസ്, ഇമ്പോർട്ടൻസ്, ബെനഫിറ്റ്സ്, റോൾസ് ഒക്കെ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടൈപ്സ് ഓഫ് ഇൻഷുറൻസും അതുപോലെ തന്നെ IRDA ആക്റ്റും പിന്നെ ലാസ്റ്റ് നമ്മൾ ഈ പറയുന്ന ഈ ഒരു ഇൻഷുറൻസ് ഭാഗത്ത് നിന്ന് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ലാസ്റ്റ് ഭാഗത്ത്. അപ്പോൾ 2019, 18, 17 വർഷങ്ങളിൽ ഇൻഷുറൻസുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണോ നമുക്ക് ചോദിച്ചിട്ടുള്ളത് അതും കൂടി നമ്മൾ ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്ത് പറയുന്നുണ്ട്. ടൈപ്സ് ഓഫ് ഇൻഷുറൻസിൽ ദർ ആർ ദ 5 major types of insurance: life insurance, marine insurance, fire insurance, medical or health insurance, and general insurance. First of all, life insurance. Life insurance is a contract between the policy owner and the insurer. ഇവിടെ പറയുന്നത് പോളിസി ഓണറും അതുപോലെ തന്നെ ഇൻഷുററും തമ്മിലുള്ളൊരു ലൈഫ് ഇൻഷുറൻസ് കോൺട്രാക്റ്റ്, ഒരു കോൺട്രാക്റ്റാണ് ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. പോളിസി ഓണറും ഇൻഷുററും തമ്മിലുള്ള ഒരു കോൺട്രാക്റ്റാണ് ലൈഫ് ഇൻഷുറൻസ്. വേർ ദ ഇൻഷുറർ എഗ്രി ടു റീഇംബേഴ്സ് ദ ഒക്കറൻസ് ഓഫ് ദ ഇൻഷുർഡ് ഇൻഡിവിജ്വൽ ഡെത്ത് ഓർ അതർ ഇവൻറ്റ് സച്ച് ആസ് ടെർമിനൽ ഇൽനെസ് ഓർ ക്രിറ്റിക്കൽ ഇൽനെസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഷുർ ചെയ്ത വ്യക്തിയുടെ ഡെത്ത് അല്ലെങ്കിൽ ടെർമിനൽ ഇൽനെസ് അല്ലെങ്കിൽ ക്രിറ്റിക്കലായിട്ടുള്ള ഇൽനെസ് പോലുള്ള മറ്റ് സംഭവങ്ങൾ, ആ സംഭവങ്ങളിലൊക്കെ ഒരു റീഇംബേഴ്സ് നൽകാൻ ഇൻഷുറർ സമ്മതിക്കുന്നിടത്താണ് ഇവിടെ ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്ന സംഭവം വരുന്നത്. ദ ഇൻഷുർഡ് എഗ്രി ടു പേ ദ കോസ്റ്റ് ഇൻ ടേം ഓഫ് ഇൻഷുറൻസ് പ്രീമിയം ഫോർ ദ സർവീസസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സർവീസസിനുള്ള ഇൻഷുറൻസ് പ്രീമിയത്തിൻ്റെ അടിസ്ഥാനത്തിൽ കോസ്റ്റ് പ്രൊവൈഡ് ചെയ്യാൻ ഇൻഷുർ ചെയ്തയാൾക്ക് എഗ്രി ചെയ്യാം. സ്പെസിഫിക് എക്സ്ക്ലൂഷൻസ് ആർ ഓഫൺ റിട്ടേൺ ഇൻ ദ കോൺട്രാക്ട് ടു ലിമിറ്റ് ദ ലയബിലിറ്റി ഓഫ് ദ ഇൻഷുറർ. ഇൻഷുററുടെ ലയബിലിറ്റി പരിമിതപ്പെടുത്തുന്നതിനായിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള ഒഴിവുകൾ പലപ്പോഴും കോൺട്രാക്റ്റിൽ എഴുതിയിട്ടുണ്ടായിരിക്കും. ഇതാണ് ലൈഫ് ഇൻഷുറൻസ്. നെക്സ്റ്റ്, മറൈൻ ഇൻഷുറൻസ്. ദ പോളിസി കവർ ഗുഡ്സ്, ഫ്രൈറ്റ് ആൻഡ് അതർ ഇൻട്രസ്റ്റ് എഗെയിൻസ്റ്റ് ലോസ് ഓർ ഡാമേജസ് ടു ഗുഡ്സ് സച്ച് ഈസ് ട്രാൻസ്പോർട്ടഡ് ത്രൂ റോഡ്, സീ ഓർ എയർ. റോഡ്, സീ അതുപോലെ തന്നെ എയർ എന്നിവയിലൂടെ കടത്തിക്കൊണ്ടുവരുന്ന ഗുഡ്സ്, അതുപോലെ തന്നെ ഫ്രൈറ്റ്സ്, മറ്റ് ഇൻട്രസ്റ്റുകൾ എന്നിവ ഈ ഒരു പോളിസി ഉൾക്കൊള്ളുന്നുണ്ട്. മറൈൻ ഇൻഷുറൻസ് കവേഴ്സ് ദ ലോസ് ഓഫ് ഷിപ്സ്, കാർഗോ, ടെർമിനൽ ആൻഡ് എനി അതർ ട്രാൻസ്പോർട്ട് കാർഗോ ബൈ വിച്ച് പ്രോപ്പർട്ടി ഈസ് ട്രാൻസ്ഫേർഡ്. ഇവിടെ ഷിപ്പുകൾ, അതുപോലെ തന്നെ ഗുഡ്സുകൾ, ടെർമിനലുകൾ, പ്രോപ്പർട്ടി കൈമാറ്റം ചെയ്യപ്പെടുന്ന മറ്റേതെങ്കിലും ട്രാൻസ്പോർട്ടർ, ഗുഡ്സ് എന്നിവയുടെ നഷ്ടം അത് മറൈൻ ഇൻഷുറൻസിൽ തന്നെ അവർ തന്നെ എന്താണ് അത് ആ പ്രോപ്പർട്ടി എന്താണ് അതിൻ്റെ ലോസ് കവർ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ടൈപ്സ് ഓഫ് മറൈൻ ഇൻഷുറൻസ് പോളിസി. ഫസ്റ്റ് വൺ, വോയേജ് പോളിസി. എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺട്രാക്റ്റ് ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് ഇൻഷുർ ചെയ്യുമ്പോഴാണ് ഈ വോയേജ് പോളിസി എന്ന് വിളിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഇപ്പോൾ ഷിപ്പിൽ നമ്മളിപ്പോൾ ഒരു ട്രാവൽ ആരംഭിക്കുമ്പോൾ മാത്രമേ നമുക്ക് അവിടെ ഡിഫിക്കൽട്ടി അല്ലെങ്കിൽ റിസ്ക് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അത്തരം പോളിസികളാണ് വയോജ് പോളിസികൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ടൈം പോളിസി. ടൈം പോളിസി എന്ന് പറയുകയാണെങ്കിൽ ഒരു സ്പെസിഫിക് ടൈമിൽ അതിൻ്റെ സബ്ജക്റ്റ് മാറ്റർ ഇൻഷുർ ചെയ്തിരിക്കുന്നിടത്ത് അതിനെ ടൈം പോളിസി എന്ന് വിളിക്കുന്നു. നെക്സ്റ്റ്, മിക്സഡ് പോളിസി. ഇവിടെ മിക്സഡ് പോളിസി എന്ന് പറഞ്ഞാൽ എന്താണ് പറയുന്നത്? ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് വോയേജ് ആൻഡ് ടൈം പോളിസി ആൻഡ് കവേഴ്സ് ദ റിസ്ക് ഡ്യൂറിങ് എ വോയേജ് ഫോർ എ സ്പെസിഫൈഡ് പീരീഡ് ഓഫ് ടൈം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മെയിനായിട്ട് പറയുന്നത് ഈ വോയേജ് പോളിസിയും അതുപോലെ തന്നെ ടൈം പോളിസിയുടെയും
അത് തമ്മിലുള്ളൊരു കോമ്പിനേഷൻസ്, ആ കോമ്പിനേഷനിൽ വരുന്ന റിസ്ക് കവർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പെസിഫൈഡ് ടൈമിൻ്റെ ഉള്ളിൽ ആ റിസ്ക് കവർ ചെയ്യാൻ പറ്റുന്ന പോളിസിയാണ് മിക്സഡ് പോളിസി. നെക്സ്റ്റ് വാല്യൂഡ് പോളിസി എന്ന് പറയുകയാണെങ്കിൽ എന്താണ്? ഇത് ഒരു പോളിസിയാണ്, വാല്യൂഡുള്ള പോളിസിയാണ്. ഇത് ഇൻഷ്യൂർ ചെയ്ത സബ്ജക്റ്റിൻ്റെ അല്ലെങ്കിൽ ടോപ്പിക്കിൻ്റെ സംബന്ധിച്ചിട്ട് അതിൻ്റെ വാല്യൂ അത് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രോഡോ അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റിദ്ധാരണയോ ഇല്ലെങ്കിൽ ലോസിൻ്റെ മൊത്തം അല്ലെങ്കിൽ ലോസ് ഭാഗികമായിട്ടോ അല്ലെങ്കിൽ മൊത്തമായിട്ടോ ആണെങ്കിൽ ഇവിടെ വാല്യൂസിൻ്റെ ആ പോളിസി എന്താണ്? ആ പോളിസീൻ്റെ വാല്യൂ ഇൻഷുറും ചെയ്തവനും തമ്മിലുള്ള ഒരു കോൺട്രാക്റ്റ്, ആ ഒരു പോളിസിയാണ് ഈ പറയുന്ന വാല്യൂഡ് പോളിസി എന്ന് പറയുന്നത്. നെക്സ്റ്റ് അതുപോലെ തന്നെ അൺവാല്യൂഡ് പോളിസി എന്ന് പറയുകയാണെങ്കിൽ ഈ പോളിസിയിൽ ഇൻഷ്യൂർ ചെയ്ത സബ്ജക്റ്റിൻ്റെ വാല്യൂ വ്യക്തമാക്കിയിട്ടുണ്ടായിരിക്കില്ല. മറ്റേലാണെങ്കിൽ അതിൻ്റെ വാല്യൂ വ്യക്തമാക്കിയിട്ടുണ്ടാകും, പക്ഷേ ഇതിൽ വാല്യൂ വ്യക്തമാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിനെന്താ നമ്മൾ അൺവാല്യൂഡ് പോളിസി എന്ന് പറയുന്നു. നെക്സ്റ്റ് ഫ്ലോട്ടിംഗ് പോളിസി എന്ന് പറയുകയാണെങ്കിൽ ഏത് ഷിപ്പ് അല്ലെങ്കിൽ ഗുഡ്സുകൾ അതെന്താണ് കയറ്റി അയക്കണമെന്ന് അറിയാനുള്ള ഒരു ഡിഫിക്കൽട്ട്, അത് കാരണം ഈ ഫ്ലോട്ടിംഗ് പോളിസികൾ എടുക്കുന്ന ആ ഒരു മെത്തേഡിൽ എന്തെങ്കിലും ഒരു ഫോമലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതിനാൽ തന്നെ അത്തരം ഒരു പോളിസി ഇൻഷുറൻസ് എടുത്ത തുകയെക്കുറിച്ച് പരാമർശിക്കുകയും അതുപോലെ തന്നെ ആ ഷിപ്പിൻ്റെ പേരും മറ്റ് എക്സ്പ്ലനേഷൻസും കാര്യങ്ങളൊക്കെ ഡിക്ലെയർ ചെയ്യാനും അത് ഡിഫൈൻ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരം പോളിസികളാണ് നമ്മൾ മറൈൻ ഇൻഷുറൻസ് പോളിസീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഫയർ ഇൻഷുറൻസ്. എ ഫയർ ഇൻഷുറൻസ് ഈസ് എ കോൺട്രാക്റ്റ് അണ്ടർ വിച്ച് ദ ഇൻഷുറർ ഇൻ റിട്ടേൺ ഫോർ എ കൺസിഡറേഷൻ എഗ്രീ ടു ഇൻഡെമ്നിഫൈ the insured for the financial losses which the latter may suffer due to distractions of or damages the property or goods caused by the fire during a specified period. ഇവിടെ ഫയർ ഇൻഷുറൻസ് പറയുകയാണെങ്കിൽ ഒരു സ്പെസിഫൈഡ് ടൈം പീരിയഡിൽ അവിടെ എന്താണ് തീപിടുത്തം മൂലമുണ്ടായ അല്ലെങ്കിൽ ഫയർ മൂലമുണ്ടായ വസ്തുക്കളോ നശിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും കേടുപാടുകൾ വരുത്തുകയോ ചെയ്താൽ അവിടെ ഉണ്ടാകുന്ന ഒരു ഫിനാൻഷ്യലി ആയിട്ടുള്ള ലോസ്, ആ ലോസ് ഇൻഷുർ ചെയ്തയാൾ കോമ്പൻസേഷൻ പ്രൊവൈഡ് ചെയ്യാൻ സമ്മതിക്കുന്ന ഒരു കോൺട്രാക്റ്റാണ് ഫയർ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെസിഫൈഡ് കാലയളവിൽ തീപിടുത്തം മൂലമുണ്ടായ വസ്തുവകകളോ അല്ലെങ്കിൽ വസ്തുക്കളോ ലോസ് സംഭവിക്കുകയോ അല്ലെങ്കിൽ ഡാമേജസ് വരുത്തുകയോ ചെയ്താൽ അവിടെ ഉണ്ടാകുന്ന ഒരു ഫിനാൻഷ്യൽ ലോസസ് അത് ഇൻഷുർ ചെയ്തയാൾ കോമ്പൻസേഷൻ കൊടുക്കാൻ സമ്മതിക്കുന്ന അല്ലെങ്കിൽ എഗ്രി ചെയ്യുന്ന ഒരു കോൺട്രാക്റ്റാണ് ഈ പറയുന്ന ഫയർ ഇൻഷുറൻസ്. നെക്സ്റ്റ് മെഡിക്കൽ ഇൻഷുറൻസ് ഓർ ഹെൽത്ത് ഇൻഷുറൻസ്. എ ടൈപ്പ് ഓഫ് ഇൻഷുറൻസ് കവറേജ് that pay for medical and surgical expenses that are incurred by the insured. ഇവിടെ ഇൻഷുർ ചെയ്തയാൾ ചെലവഴിക്കുന്ന മെഡിക്കൽ അതുപോലെ തന്നെ സർജിക്കൽ എക്സ്പെൻസസുകൾ, ആ സർജിക്കൽ എക്സ്പെൻസസുകളൊക്കെ എമൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു തരം ഇൻഷുറൻസ് ആണ് ഈ പറയുന്ന ഹെൽത്ത് ഇൻഷുറൻസ്. ഹെൽത്ത് ഇൻഷുറൻസ് ക്യാൻ ഐദർ റീഇംബേഴ്സ് ദ ഇൻഷുർഡ് ഫോർ എക്സ്പെൻസസ് ഇൻകേർഡ് ഫ്രം ഇൽനെസ് ഓർ ഇൻഷുറി ഓർ പേ ദി കെയർ പ്രൊവൈഡർ ഡയറക്റ്റ്ലി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൽത്ത് ഇൻഷുറൻസിന് ഒന്നില്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ളൊരു ഇൽനെസ് അല്ലെങ്കിൽ ഡാമേജസ് മൂലമുണ്ടായിക്കഴിഞ്ഞ കോസ്റ്റ് അല്ലെങ്കിൽ എക്സ്പെൻസുകൾ, ആ എക്സ്പെൻസുകൾ ഇൻഷുർ ചെയ്തയാൾക്ക് എമൗണ്ട് തിരികെ പ്രൊവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ അതിനുള്ള എന്തെങ്കിലും തരത്തിലുള്ളൊരു അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള കെയർ അതെന്താണ് ഡയറക്റ്റ്ലി പ്രൊവൈഡ് ചെയ്യാമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ഹെൽത്ത് ഇൻഷുറൻസ് ഈസ് ഓഫൺ ഇൻക്ലൂഡഡ് ഇൻ എംപ്ലോയർ ബെനിഫിറ്റ്സ് പാക്കേജസ് ആസ് എ മീൻ ഓഫ് എൻഡേസിങ് ക്വാളിറ്റി എംപ്ലോയീസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുണനിലവാരമുള്ള എംപ്ലോയീസ്, ആ എംപ്ലോയീസിനുള്ള വിശദീകരിക്കുന്നതിനുള്ള മാർഗമായിട്ട് ഹെൽത്ത് ഇൻഷുറൻസ് പലപ്പോഴും അവരുടെ തൊഴിലുടമ ആനുകൂല്യ പാക്കേജുകളെ കുറിച്ച് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. നെക്സ്റ്റ്, ജനറൽ ഇൻഷുറൻസ്. ഇൻഷുറിങ് എനിത്തിങ് അതർ ദാൻ ഹ്യൂമൻ ലൈഫ് ഈസ് കാൾഡ് എ ജനറൽ ഇൻഷുറൻസ്.
ഇവിടെ ഹ്യൂമൻ ലൈഫ് അല്ലാത്ത മറ്റേതെങ്കിലും ഇൻഷുറൻസ് ചെയ്യുന്നത് ഒരു ജനറൽ ഇൻഷുറൻസ് എന്ന് വിളിക്കുന്നു. ഹ്യൂമൻ ലൈഫുമായിട്ട് റിലേറ്റഡ് അല്ലാത്ത മറ്റേത് ഇൻഷുറൻസുകളെ നമ്മൾ എന്ത് വിളിക്കുന്നു? ജനറൽ ഇൻഷുറൻസ് എന്ന് വിളിക്കുന്നു. Examples are insuring property like house and belongings to against accidental damages or theft. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും തരത്തിലുള്ള ആകസ്മികമായിട്ടുള്ള കേടുപാടുകൾക്കോ അല്ലെങ്കിൽ മോഷണത്തിനോ എതിരായിട്ട് വീട്, അതുപോലെ തന്നെ വസ്തുക്കൾ എന്നിവ പോലുള്ള കാര്യങ്ങൾ ഇൻഷുർ ചെയ്യുന്നതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇഞ്ചുറി ഡ്യൂ ടു ആക്സിഡൻറ്റ് ഓർ ഹോസ്പിറ്റലൈസേഷൻ ഫോർ ഇൽനെസ് ആൻഡ് സർജറി ക്യാൻ ഓൾസോ ബി ഇൻഷുർഡ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പറയുന്നത് എന്താണ്? എന്തെങ്കിലും തരത്തിലുള്ള ഇഞ്ചുറി മൂലമുള്ള പരിക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ളൊരു ആക്സിഡൻറ്റ് മൂലമുള്ള ഇഞ്ചുറി അല്ലെങ്കിൽ എന്തെങ്കിലും ഇൽനെസ് അഥവാ അസുഖം, ആ അസുഖത്തിന് എന്താണ്? സർജിക്കലായിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു അസുഖത്തിന് സർജറി പോലെയുള്ള ആശുപത്രിയിൽ പ്രവേശിക്കുന്നതും ഇൻഷുറർ ചെയ്യാവുന്നതുമാണ് എന്നാണ് പറയുന്നത്. മെയിനായിട്ട് പറയുന്നത് എന്തെങ്കിലും അപകടങ്ങളോ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അതുമൂലമുള്ള എന്തെങ്കിലും ഒരു ഇഞ്ചുറിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ അങ്ങനത്തെ കേസുകളിലൊക്കെ ഒരു സർജറി എന്തെങ്കിലും ആവശ്യമായി വന്നാൽ അവിടെ എന്താണ്? ആശുപത്രിയിൽ പ്രവേശിക്കുന്നതും ഇൻഷുർ ചെയ്യാവുന്നതാണ് എന്നാണ് പറയുന്നത്. ജനറൽ ഇൻഷുറൻസ് or non-life insurance policies including automobiles and home owners policies provide the payment depending on the loss from a particular event, financial event. എന്ന് വെച്ച് കഴിഞ്ഞാൽ വാഹനങ്ങളും അതുപോലെ തന്നെ എംപ്ലോയറുടെ പോളിസികളും ഉൾപ്പെടെയുള്ള ഒരു പബ്ലിക് ഇൻഷുറൻസ് അല്ലെങ്കിൽ നോൺ ലൈഫ് ഇൻഷുറൻസ് പോളിസികൾ ഒരു പ്രത്യേക ഫിനാൻഷ്യൽ ഇവൻ്റ് നിന്നുള്ള ലോസിനെ ആശ്രയിച്ച് പേയ്മെൻറ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതും എന്താണ്? ജനറൽ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം കേസുകളിലെയാണ് നമ്മൾ ജനറൽ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഇനി അതർ ടൈപ്സ് ഓഫ് ഇൻഷുറൻസിൽ വരുന്ന ഫസ്റ്റ് വൺ ഓട്ടോ ഇൻഷുറൻസ്. ഓട്ടോ ഇൻഷുറൻസ് എന്ന് പറയുകയാണെങ്കിൽ പുതുതായിട്ടുള്ള കാറുകൾക്കോ അവർക്ക് ഫിനാൻഷ്യലി ആയിട്ടുള്ള ഹെൽപ്പിന് ഡിസ്കൗണ്ട് ഉള്ളവർക്കോ പൂർണ്ണമായിട്ടൊരു കവറേജ് ആവശ്യമാണ്. എന്നിരുന്നാലും ഇവിടെ കൺട്രോളിങ്സ് ആ ഒരു സ്റ്റേറ്റിനനുസരിച്ചിട്ട് വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. എന്തെങ്കിലും തരത്തിലുള്ളൊരു ആക്സിഡൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിലൂടെയുള്ള അറ്റകുറ്റപ്പണികൾക്കോ അല്ലെങ്കിൽ അത് മാറ്റി സ്ഥാപിക്കലിനോ എമൗണ്ട് നൽകുന്നതിന് സഹായിക്കുന്നതിനെയാണ് നമ്മൾ ഓട്ടോ ഇൻഷുറൻസ് ഫോർമേഷൻ ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ഡിസബിലിറ്റി ഇൻഷുറൻസ്. ഡിസബിലിറ്റി ഇൻഷുറൻസ് എന്ന് പറയുകയാണെങ്കിൽ ഫിനാൻഷ്യൽ ലോസിൽ നിന്ന് സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ഇൻഷുറൻസ്. അത് മാത്രമല്ല ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയിൽ ഉൾപ്പെടാത്ത ഒരു പ്രതിമാസം എന്തെങ്കിലും നമ്മുടെ ലൈഫിലെ എക്സ്പെൻസുകൾക്കൊക്കെ ഇവിടെ ഒരു ഹെൽത്ത് പ്രൊട്ടക്ഷൻ, ആ ഒരു ഹെൽത്ത് പ്രൊട്ടക്ഷൻ എക്സ്പെൻസുകൾക്കും എന്താണ് ഈ ഒരു സംഭവത്തിന് സഹായിക്കുന്നതിനാണ് ഈ ഇത്തരത്തിലുള്ള ഇൻഷുറൻസ് എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക്, ഡിസബിലിറ്റി ഇൻഷുറൻസ് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഫിനാൻഷ്യലി ആയിട്ടുള്ള ലോസ് ഒക്കെ എന്താണ് അവർക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയിൽ ഉൾപ്പെടാത്ത ഒരു പ്രതിമാസം ജീവിത ചെലവുകൾക്കൊക്കെ എന്താണ് ഒരു ഈ ആരോഗ്യ പരിരക്ഷ അല്ലെങ്കിൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്സ് എന്താണ് എക്സ്പെൻസുകൾ കൊടുത്ത് സഹായിക്കുക. ഇത്തരത്തിലുള്ള ഇൻഷുറൻസുകളെ നമ്മൾ ഡിസബിലിറ്റി ഇൻഷുറൻസ് എന്ന് പറയുന്നു. നെക്സ്റ്റ് ഹോം ഓണർ ഇൻഷുറൻസ്. ഹോം ഓണേഴ്സ് ഇൻഷുറൻസ് എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ ഫയർ, അതുപോലെ തന്നെ നാച്ചുറൽ ഡിസാസ്റ്റർ, ഫാൾട്ടി ഇലക്ട്രോണിക് വർക്ക്, അതുപോലെ തന്നെ ബാഡ് പ്ലംബിങ് എന്നിവയും
അതുമൂലം ഉണ്ടാകുന്ന വീടിൻ്റെയോ അല്ലെങ്കിൽ പ്രോപ്പർട്ടീസിൻ്റെയോ ലോസ് നികത്താൻ വേണ്ടിയിട്ട് ജീവനക്കാരുടെ ഇൻഷുറൻസ് ഈ ഒരു ഹോം ഓണേഴ്സായിട്ട് സഹായിക്കുന്നു. ജീവനക്കാരുടെ ഇൻഷുറൻസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ലോങ് ടേം കെയർ ഇൻഷുറൻസ്. ലോങ് ടേം കെയർ ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും വിട്ടുമാറാത്തുള്ള വല്ല അസുഖങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും വണ്ടി ഇടിച്ചിട്ടോ അല്ലെങ്കിൽ ആക്സിഡൻ്റ് ആയിട്ടൊക്കെ അങ്ങനെ കിടക്കുന്ന ആളുകൾ, അങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക്, അതുപോലെ തന്നെ ഈ പ്രായം കൂടുതലുള്ള ആളുകൾക്കും അല്ലെങ്കിൽ പ്രായമായവർക്കും ഒക്കെ എന്താണ് ലോങ് ടേം ആയിട്ടുള്ളൊരു പ്രൊട്ടക്ഷൻ എന്ന നിലയ്ക്ക് ഫോം ചെയ്തൊരു ഇൻഷുറൻസാണ് ഈ ലോങ് ടേം കെയർ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, പേഴ്സണൽ ആക്സിഡൻറ്റ് ഇൻഷുറൻസ്. പേഴ്സണൽ ആക്സിഡൻറ്റ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു ആക്സിഡൻറ്റോ അല്ലെങ്കിൽ രോഗത്തിനോ എതിരായിട്ടുള്ള വ്യക്തികൾക്കോ ഉള്ള ഒരു ഇൻഷുറൻസ് ആണ് ഈ പറയുന്ന പേഴ്സണൽ ആക്സിഡൻറ്റ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഇത് ഇന്ത്യയിലെ ഇത്തരത്തിലുള്ള ഇൻഷുറൻസ് ജനറൽ ഇൻഷുറൻസിൻ്റെ ഒരു കോർപ്പറേഷനാണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, പ്രോപ്പർട്ടി ഇൻഷുറൻസ്. പ്രോപ്പർട്ടി ഇൻഷുറൻസ് പറയുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു മോഷണം, അതുപോലെ തന്നെ നമ്മുടെ വീട് ഫുള്ള് തകർക്കുന്ന കേസുകൾ, അങ്ങനത്തെ കേസുകളുള്ള ഇൻഷുറൻസ്, ആ ഇൻഷുറൻസ് മുതലായവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ്, ആ പ്രോപ്പർട്ടീസിനുള്ള റിസ്ക്, അതുപോലെ തന്നെ ഫ്യൂച്ചറിൽ വരാനുള്ള റിസ്കുകൾ, ഇതൊക്കെയാണ് മെയിനായിട്ട് ഈ ഒരു പ്രോപ്പർട്ടി ഇൻഷുറൻസിൻ്റെ കേസിൽ നോക്കുന്നത്. കാരണം നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ ഒരു മോഷണോ എന്തെങ്കിലും നടത്തി കഴിഞ്ഞാൽ, എന്തെങ്കിലും കവർച്ച ചെയ്ത് അല്ലെങ്കിൽ വീട് തകർക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്താണ് ഡാമേജ് സംഭവിച്ചു. അപ്പോൾ ആ പ്രോപ്പർട്ടിയിൽ ഇപ്പോൾ ഡാമേജ് സംഭവിച്ച പ്രോപ്പർട്ടിയിൽ തന്നെ നമുക്ക് എന്താണ് ഭാവിയിൽ ഇനി അതിലെന്തെങ്കിലും റിസ്ക് വരാൻ ചാൻസ് ഉണ്ടോ എന്നുള്ളതിനൊക്കെയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ എന്താണ് ഇൻഷുറൻസ് ഓൾറെഡി ചെയ്യാവുന്നതാണ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ലയബിലിറ്റി ഇൻഷുറൻസ്. ലയബിലിറ്റി ഇൻഷുറൻസ് എന്ന് പറയുകയാണെങ്കിൽ ഒരു വ്യക്തിക്ക് ഡെത്ത് സംഭവിക്കുക, അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള എന്തെങ്കിലും ഒരു ഇഞ്ചറി ഉണ്ടാവുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഡാമേജസ് ഉണ്ടാവുക, അതുപോലെ തന്നെ പ്രോപ്പർട്ടി നശിപ്പിക്കുക എന്നിവയിൽ നിന്നും സ്വയം ഇൻഷുർ ചെയ്യാൻ കഴിയുന്ന, അല്ലെങ്കിൽ അതുപോലെ തന്നെ ഒരു തേർഡ് പാർട്ടിക്ക് ലയബിലിറ്റീസ് ഉണ്ടാകാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയ്ക്കെതിരെയായിട്ട് ഒരു ഇൻഷുറൻസ് ഉണ്ടാകാം. അത്തരം ഇൻഷുറൻസുകളെയാണ് നമ്മൾ ലയബിലിറ്റി ഇൻഷുറൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, മോട്ടോർ വെഹിക്കിൾ ഇൻഷുറൻസ്. മോട്ടോർ വെഹിക്കിൾ ഇൻഷുറൻസ് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഓൾഡ് ഡേയ്സുകളിൽ നമ്മൾ എന്താണ് പഴയ കാലത്തൊക്കെ നമ്മൾ കാൽനട യാത്രക്കാരിൽ പലരും എന്താണ് മോട്ടോർ സൈക്കിള് അല്ലെങ്കിൽ സൈക്കിളിനെ തുടർന്നിട്ടുള്ള അപകടങ്ങൾ, ആ അപകടത്തിൽപ്പെട്ട് കൊല്ലപ്പെടുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇഞ്ചുറീസ് ഉണ്ടാവുകയോ ചെയ്തു. അവിടെ എന്താണ് ഒരു കോമ്പൻസേഷൻ പ്രൊവൈഡ് ചെയ്യാൻ ആ ഒരു ഈ മോട്ടോർ വെഹിക്കിളിൻ്റെ ഉടമയ്ക്കോ അല്ലെങ്കിൽ ഡ്രൈവർക്കോ ഫിനാൻഷ്യലി ആയിട്ടുള്ള യാതൊരു തരത്തിലുള്ള സ്രോതസ്സുകളും ഇല്ലാത്തതിനാൽ അവർക്ക് എന്താണ് ഒരു കോമ്പൻസേഷൻസ് ലഭിച്ചിട്ടില്ല. ഇവിടെ മോട്ടോർ വെഹിക്കിൾസ് ആക്ട് പ്രകാരം 1939 മോട്ടോർ വെഹിക്കിൾ ആക്ട് നോക്കുക. അങ്ങനെ എല്ലാ മോട്ടോർ വെഹിക്കിൾസിലും ഒരു നിർബന്ധിതമായിട്ടുള്ള ഇൻഷുറൻസ് ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ വെഹിക്കിൾസുകളിൽ ഇൻഷുറൻസുകൾക്ക് എന്താണ് ഒരു മിതമായിട്ടുള്ള ഒരു ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല ജനറലി ഉള്ള എന്തെങ്കിലും തരത്തിലുള്ള ഡാമേജസ് വരുത്താതിരിക്കാൻ മോട്ടോർ വെഹിക്കിൾസുകളുടെ ഇൻഷുറൻസ് എന്തെങ്കിലും ജനറലി ആയിട്ടുള്ള എന്തെങ്കിലും ചെറുതായിട്ടുള്ളൊരു കേടുപാടുകളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ എന്താണ് ഈ മോട്ടോർ വെഹിക്കിൾസിൻ്റെ ഇൻഷുറൻസ് നിർബന്ധമാക്കിയിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തരം ഇൻഷുറൻസിനെയാണ് നമ്മൾ മോട്ടോർ വെഹിക്കിൾ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് അതർ ടൈപ്സ് ഓഫ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നിങ്ങളുടെ ടൈപ്സ് ഓഫ് ഇൻഷുറൻസ് ചോദിച്ചു കഴിഞ്ഞാൽ
എല്ലാതും എഴുതി വയ്ക്കുക. എസ് എ ആണെങ്കിൽ എല്ലാതും എഴുതി വയ്ക്കുക. അല്ലെങ്കിൽ 4 മാർക്കിനൊക്കെ ആണെങ്കിൽ ലൈഫ് ഇൻഷുറൻസ് എന്താണ്, മറൈൻ ഇൻഷുറൻസ് എന്താണ്, അതുപോലെ തന്നെ ഹെൽത്ത് ഇൻഷുറൻസ്, ജനറൽ ഇൻഷുറൻസ്, ഫയർ ഇൻഷുറൻസ് എഴുതി വയ്ക്കുക. പിന്നെ ഡിഫറൻസ് ചോദിക്കുകയാണെങ്കിൽ ലൈഫ് ഇൻഷുറൻസും ജനറൽ ഇൻഷുറൻസും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ചോദിക്കാൻ ചാൻസ് കൂടുതൽ. അപ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മുടെ ടെക്സ്റ്റിൽ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ട് നമുക്കത് ജസ്റ്റ് വായിച്ചാൽ തന്നെ മനസ്സിലാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ദെൻ നെക്സ്റ്റ് വൺ ആണ് ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റീസ്. കഴിഞ്ഞ പ്രാവശ്യം കണ്ടിന്യൂസ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി എന്നുള്ളത്. IRDA. IRDA is an autonomous apex statutory body which regulates and develops the insurance industries in India. It was constituted by a Parliament of India Act called Insurance Regulatory and Development Authority Act 1999. And duly passed by the Government of India. The agency operates from the headquarters as Hyderabad, Telangana, where it shifted from Delhi in 2001. ഇവിടെ പറയുന്നത് ഇന്ത്യൻ ഇൻഷുറൻസ് വ്യവസ്ഥയെ കൺട്രോൾ ചെയ്യുകയും ഡെവലപ്മെൻറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു എന്താ പറയുന്നത് സെൽഫായിട്ടുള്ള അല്ലെങ്കിൽ ഒരു സ്വയം ഭരണാധികാരമുള്ള അപ്പെക്സ് സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് ഈ പറയുന്ന IRDA എന്ന് പറയുന്നത്. ഈ ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി ആക്ട് 1999 എന്ന പാർലമെൻറ്റ് ഓഫ് ഇന്ത്യ ആക്റ്റാണ് ഇത് ഫോം ചെയ്തത്. ഇതിൻ്റെ മെയിനായുള്ള ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ഹൈദരാബാദും അതുപോലെ തന്നെ മെയിനായുള്ള ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് തെലങ്കാനയിലെ ഹൈദരാബാദിലെയും ആസ്ഥാനത്താണ്. ആ ആസ്ഥാനത്ത് നിന്നിട്ടാണ് ഈ ഏജൻസി പ്രവർത്തിക്കുന്നത്. എന്നുവെച്ചാൽ ഹൈദരാബാദിലെയും തെലങ്കാനയിലെയും ആസ്ഥാനത്ത് നിന്നിട്ടാണ് ഈ ഒരു ഏജൻസി പ്രവർത്തിക്കുന്നത്. 2001 ഇത് ഡൽഹിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെട്ടത്. അതാണ് IRDA ആക്ട്. നെക്സ്റ്റ് വൺ പവേഴ്സ്, ഫങ്ഷൻസ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് IRDA. പവേഴ്സ് ചോദിച്ചാലും സെയിം തന്നെയാണ്, ഫങ്ഷൻസ് ചോദിച്ചാലും ഇത് തന്നെയാണ്, ഡ്യൂട്ടീസ് ചോദിച്ചാലും ഇത് തന്നെയാണ്. ഫസ്റ്റ് രജിസ്റ്ററിങ് ആൻഡ് റെഗുലേറ്റിംഗ് ഇൻഷുറൻസ് കമ്പനീസ്. ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഇൻഷുറൻസ് കമ്പനിയുമായിട്ട് രജിസ്ട്രേഷൻ ചെയ്യണം, അതുപോലെ തന്നെ അത് നിയന്ത്രിക്കുകയും ചെയ്യണം. പ്രൊട്ടക്റ്റിംഗ് പോളിസി ഹോൾഡർ ഇൻട്രസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പോളിസി ഹോൾഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുക. ലൈസൻസിങ്, എസ്റ്റാബ്ലിഷിംഗ് നോംസ് ഫോർ ഇൻഷുറൻസ് ഇൻ്റർമീഡിയറീസ്. ഇവിടെ ഇൻഷുറൻസ് ഇൻ്റർമീഡിയറീസിന് ലൈസൻസും മാനദണ്ഡങ്ങളും സ്ഥാപിക്കുക. പിന്നെ പ്രൊമോട്ടിംഗ് പ്രൊഫഷണൽ ഓർഗനൈസേഷൻ ഇൻ ഇൻഷുറൻസ്. ഇൻഷുറൻസിലെ പ്രൊഫഷണൽ ഓർഗനൈസേഷൻസുകളെ പ്രൊമോട്ട് ചെയ്യുക. റെഗുലേറ്റിംഗ് ആൻഡ് ഓവർസീയിങ് പ്രീമിയം റൈറ്റ്സ് ആൻഡ് ടേംസ് ഓഫ് നോൺ ലൈഫ് ഇൻഷുറൻസ് കവേഴ്സ്. പ്രീമിയം റൈറ്റ്സുകളും ലൈഫ് ഇൻഷുറൻസിൻ്റെ കവറിങ്സും ഇതിൽ വരുന്ന നിബന്ധനകളും അതൊക്കെ കൺട്രോൾ ചെയ്യുകയും മേൽനോട്ടം വഹിക്കുകയും ചെയ്യുക. നെക്സ്റ്റ് സ്പെസിഫൈങ് ദ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് നോംസ് ഓഫ് ഇൻഷുറൻസ് കമ്പനി. ഇവിടെ ഇൻഷുറൻസ് കമ്പനികളുടെ ഫിനാൻഷ്യലി ആയിട്ടുള്ള റിപ്പോർട്ടിങ്ങിൻ്റെ മാനദണ്ഡങ്ങൾ വ്യക്തമാക്കുന്നു. റെഗുലേറ്റിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് പോളിസി ഹോൾഡർ ഫണ്ട് ബൈ ദ ഇൻഷുറൻസ് കമ്പനീസ്. ഇൻഷുറൻസ് കമ്പനികളുടെ പോളിസി ഹോൾഡർമാരുടെ ഫണ്ടുകളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അത് നിയന്ത്രിക്കുക. എൻഷുറിങ് ദ മെയിൻ്റെനൻസ് ഓഫ് സോൾവൻസി മാർജിൻ ബൈ ദ ഇൻഷുറൻസ് കമ്പനി. ഇൻഷുറൻസ് കമ്പനികളുടെ സോൾവൻസി ആയിട്ട് മാർജിൻ്റെ കാര്യങ്ങളൊക്കെ എന്താണ് മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്ന് ഉറപ്പാക്കുക. നെക്സ്റ്റ് റോൾ ഓഫ് ദ ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റീസ്. ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഫസ്റ്റ് IRDA പ്രൊവൈഡ് എ സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ ടു എ ലൈഫ് ഇൻഷുറൻസ് കമ്പനീസ്. IRDA ഒരു ലൈഫ് ഇൻഷുറൻസ് കമ്പനിക്ക് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നു. IRDA ഈസ് റെസ്പോൺസിബിൾ ഫോർ ദി റിന്യൂവൽ, മോഡിഫിക്കേഷൻ, വിഡ്രോവൽ, സസ്പെൻഷൻ ഓർ ക്യാൻസലേഷൻ ഓഫ് ദി സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ. ഈ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എന്താണ് റിന്യൂ ചെയ്യാനും അതുപോലെ തന്നെ മോഡിഫിക്കേഷൻ ചെയ്യാനും പിന്നെ വിഡ്രോവൽ, സസ്പെൻഷൻസ്, ക്യാൻസലേഷൻസ് അല്ലെങ്കിൽ എന്നിവയ്ക്കൊക്കെ ഉള്ള റെസ്പോൺസിബിലിറ്റി ഇതിനുണ്ട്. IRDA ഫ്രെയിം റെഗുലേഷൻ ഓൺ പ്രൊട്ടക്ഷൻ ഓഫ് ദ പോളിസി ഹോൾഡർ ഇൻട്രസ്റ്റ്.
പോളിസി ഹോൾഡർമാരുടെ ഇൻട്രസ്റ്റുകൾ സംരക്ഷിക്കുന്നതിനുള്ള എല്ലാ തരത്തിലുള്ള റെഗുലേഷൻസുകൾ അല്ലെങ്കിൽ കൺട്രോളിങ്സും IRDA തയ്യാറാക്കുന്നുണ്ട്. ഇറ്റ് ഓഫൺ പോളിസി ഹോൾഡേഴ്സ് ദ റൈറ്റ് ടു വോയിസ് ദെയർ കംപ്ലൈൻറ്റ്സ് അഗെയിൻസ്റ്റ് ഇൻഷുറൻസ് ഓർ ഇൻഷുറൻസ് കമ്പനീസ്. ഇൻഷുറർമാർ അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനികൾക്കെതിരെ കംപ്ലൈൻറ്റ്സ് നൽകാനുള്ള ഒരു റൈറ്റ്സ് അത് പോളിസി ഹോൾഡർമാർ ഇതിൽ വാഗ്ദാനം ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ദ IRDA ഹാസ് സെറ്റ് അപ്പ് ദ ഗ്രീവൻസ് റിഡ്രസൽ സെൽ ടു ടേക്ക് അപ്പ് ദ കംപ്ലൈൻറ്റ്സ് ഓഫ് ദ പോളിസി ഹോൾഡേഴ്സ്. എന്നുവെച്ചാൽ പോളിസി ഹോൾഡേഴ്സ്മാരുടെ കംപ്ലൈൻറ്റ്സുകൾ ഏറ്റെടുക്കുന്നതിനായിട്ട് IRDA എന്താണ് ഒരു ഗ്രീവൻസ് റിഡ്രസൽ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇറ്റ് സ്പെസിഫൈ ദ It specifies the requisite qualification, code of the conduct and practical training for intermediaries or insurance intermediaries and agents. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർമീഡിയറീസ് അല്ലെങ്കിൽ ഇൻഷുറൻസ് ഇൻ്റർമീഡിയറീസ് ഏജൻറ്റുമാർക്കും ആവശ്യമായിട്ടുള്ള യോഗ്യതകൾ അത് അവരുടെ ബിഹേവിയറൽ ആയിട്ടുള്ള റെഗുലേഷൻസ്, ബിഹേവിയർ ആയിട്ടുള്ള പ്രാക്ടിക്കലായിട്ടുള്ള ബിഹേവിയേഴ്സ്, അതൊക്കെ എന്താണ് പ്രായോഗികമായിട്ടുള്ളൊരു ട്രെയിനിങ്സ് എന്നിവ ഒക്കെ ഇതിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇറ്റ് സ്പെസിഫൈ ദ കോഡ് ഓഫ് കണ്ടക്റ്റ് ഫോർ സർവേസ് ആൻഡ് ലോസ് അസസേഴ്സ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സർവേയർമാർക്കും അതുപോലെ തന്നെ ലോസ് വിലയിരുത്തുന്നവർക്കുമുള്ള ഒരു കോഡ് ഓഫ് കണ്ടക്റ്റ് പറയണമെങ്കിൽ പെരുമാറ്റച്ചട്ടം എന്നാണ് മലയാളത്തിൽ പറഞ്ഞാൽ, അത് വ്യക്തമാക്കുന്നുണ്ട്. ഇറ്റ് പ്രൊമോട്ട് ദ എഫിഷ്യൻസി ഇൻ ദ കണ്ടക്റ്റ് ഓഫ് ഇൻഷുറൻസ് ബിസിനസ്സസ്. എന്ന് വെച്ചാൽ ഇത് ഇൻഷുറൻസ് ബിസിനസ്സുകളുടെ പ്രവർത്തനക്ഷമത അത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇറ്റ് പ്രൊമോട്ട് ആൻഡ് റെഗുലേറ്റ് ദ ആക്ടിവിറ്റീസ് ഓഫ് പ്രൊഫഷണൽ ഓർഗനൈസേഷൻ കണക്റ്റഡ് വിത്ത് ലൈഫ് ഇൻഷുറൻസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ലൈഫ് ഇൻഷുറൻസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഫഷണൽ ഓർഗനൈസേഷൻസുകളുടെ പ്രവർത്തനങ്ങൾ അത് പ്രൊമോട്ട് ചെയ്യുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ഇറ്റ് റെഗുലേറ്റ് ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ഫണ്ട് ബൈ ഇൻഷുറൻസ് കമ്പനീസ്. ഇൻഷുറൻസ് കമ്പനീൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഓഫ് ഫണ്ട് റെഗുലേറ്റ് ചെയ്യാം. റെഗുലേറ്റ് ദ മെയിൻ്റെനൻസ് ഓഫ് ദ മാർജിൻ ഓഫ് സോൾവൻസി. മാർജിൻ ഓഫ് സോൾവൻസി മാക്സിമം മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ അത് റെഗുലേറ്റ് ചെയ്യുകയും ചെയ്യാം. ഇറ്റ് അഡ്ജുഡിക്കേറ്റ് ദ ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ ദ ഇൻഷുറർ ആൻഡ് ഇൻ്റർമീഡിയറീസ് ഓർ ഇൻഷുറൻസ് ഇൻ്റർമീഡിയറീസ്. ഇവിടെ ഇൻഷുറർമാർക്കും അതുപോലെ തന്നെ ഇൻ്റർമീഡിയറീസിനും ഇൻഷുറൻസിൻ്റെ ഇൻ്റർമീഡിയറീസും തമ്മിലുള്ള ഒരു കോൺട്രവേഴ്സീസ് അല്ലെങ്കിൽ തർക്കങ്ങൾ, ആ തർക്കങ്ങളൊക്കെ എന്താണ് കൺസിഡർ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് IRDAൻ്റെ റോൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് ടൈപ്സ് ഓഫ് ഇൻഷുറൻസ് എല്ലാവരും നോക്കുക, അതുപോലെ തന്നെ IRD രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്, രണ്ടും നന്നായിട്ട് നോക്കുക. ഇവിടെ കഴിഞ്ഞ 3 വർഷത്തിലുള്ള ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് ഏറ്റവും കൂടുതൽ ഇൻഷുറൻസ് ചോദിച്ചിട്ടുള്ളതാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഫസ്റ്റ് വൺ 2019 ചോദിച്ചതാണ്. ഇൻഡെമിനിറ്റി എന്താണ് 2 മാർക്കിന്, കോസ പ്രോക്സിം എന്താണ് 2 മാർക്കിന്, നോമിനേഷൻ എന്താണ് 2 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ഇവിടെ ഷോർട്ട് നോട്ട്സ് ഓൺ ദ IRDA ആക്ട് 2019 ചോദിച്ച ക്വസ്റ്റ്യനാണ്, 4 മാർക്കാണ് ചോദിച്ചിരിക്കുന്നത്. റോൾ ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ഇൻഷുറൻസ് ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഇൻഷുറൻസും അതിൻ്റെ റോൾസ് ആൻഡ് ഇമ്പോർട്ടൻസ് 2019 ചോദിച്ചാണ്. ഇൻഷുറൻസ് പ്രീമിയം 2018 ചോദിച്ചാണ്. എന്താണ് ഇൻഷുറൻസ് പ്രീമിയം? പേഴ്സണൽ ആക്സിഡൻറ്റ് ഇൻഷുറൻസ് 2018, മറൈൻ ഇൻഷുറൻസ് 2018, ഇതൊക്കെ 2018 ക്വസ്റ്റ്യൻ പേപ്പർ ചോദിച്ചു. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഈ നമ്മൾ ടൈപ്സ് ഓഫ് ഇൻഷുറൻസ് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്താണ് അതിൽ ഏത് വേണമെങ്കിലും നമുക്ക് എന്താണ് ചോദിക്കാൻ ചാൻസ് ഉണ്ട് എന്ന് നോക്കുക. അതുപോലെ തന്നെ നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് ബെനിഫിറ്റ് ഓഫ് ഇൻഷുറൻസിൻ്റെ ഗുണങ്ങൾ അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് 2017 ചോദിച്ചാണ്. ഫീച്ചേഴ്സ് ഓഫ് ഇൻഷുറൻസ് 2018 ചോദിച്ചാണ്. ലൈഫ് ഇൻഷുറൻസിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അതുപോലെ ഫയർ ഇൻഷുറൻസിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ഇമ്പോർട്ടൻസ് ഓഫ് ഇൻഷുറൻസ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഫീച്ചേഴ്സ് ഓഫ് ലൈഫ് ഇൻഷുറൻസും ഫീച്ചേഴ്സ് ഓഫ് ഫയർ ഇൻഷുറൻസും 4 മാർക്കിനും ബെനിഫിറ്റ് ഓഫ് ഇൻഷുറൻസ് 4 മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെ ഡബിൾ ഇൻഷുറൻസ് എന്താണ് 2 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യനാണ്. ഡബിൾ ഇൻഷുറൻസും കോൺട്രിബ്യൂഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് കോൺട്രിബ്യൂഷൻ 2017 2 മാർക്കിന് ചോദിച്ചതാണ്. ബെനഫിഷ്യറി എന്താണ് ബെനഫിഷ്യറി 2017 ചോദിച്ചാണ്. ഹൾ ഇൻഷുറൻസ് എന്താണ് ഹൾ ഇൻഷുറൻസ്, അതുപോലെ തന്നെ എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് എ വാലിഡ് ഇൻഷുറൻസ് കോൺട്രാക്റ്റ്. ഒരു ഇൻഷുറൻസ് കോൺട്രാക്റ്റ് വാലിഡ് ആവണമെങ്കിൽ എന്തൊക്കെ രീതിയിലുള്ള എസെൻഷ്യൽ എലമെൻറ്റ്സ് ആണ് അവിടെ വേണ്ടത് നമുക്കറിയാം. വാലിഡ് ഓഫർ ആൻഡ് ആക്സെപ്റ്റൻസ്, എഗ്രിമെൻറ്റ്, കൺസിഡറേഷൻ, ലോഫുൾ ഒബ്ജക്റ്റ്, അൺലോഫുൾ കോൺട്രാക്ട്സ്,
അപ്പോൾ ലീഗാലിറ്റി, അങ്ങനെ നമ്മൾ എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് വാലിഡ് കോൺട്രാക്റ്റിൽ പറഞ്ഞ അതേ ഒരു തന്നെയാണ് അവിടെ വരുന്നത്. നമുക്ക് ടെക്സ്റ്റിൽ അത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് നിങ്ങൾ നോക്കി വയ്ക്കുക, കാരണം ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മുടെ എന്താണ് ഇൻഷുറൻസ് പോർഷൻ നിന്ന് ചോദിച്ചിട്ടുണ്ട്. 2019, 18, 17 വർഷങ്ങൾ ഇത്രത്തോളം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ്, ബാങ്കിങ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ഉണ്ടോ അതുപോലെ തന്നെയാണ് ഇൻഷുറൻസും ഇമ്പോർട്ടൻ്റ്. അപ്പോൾ അതും ഇതും രണ്ടും കൂട്ടി കമ്പയർ ചെയ്ത് പഠിക്കുക. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഈ ചോദിച്ച ക്വസ്റ്റ്യൻസ്, റിപ്പീറ്റഡായി ചോദിച്ച ക്വസ്റ്റ്യൻസ് കുറിച്ച് കൂടുതലായിട്ട് ഊന്നൽ നൽകുക നിങ്ങൾ പഠിക്കണേൽ. ബാക്കിയുള്ളത് പഠിക്കേണ്ട എന്നല്ല, ബാക്കിയുള്ളത് വായിച്ചു പോവുക, അറ്റ്ലീസ്റ്റ് വായിച്ചു പോവുകയും ചെയ്യുക. കാരണം ഏതൊന്ന് ക്വസ്റ്റ്യൻ വരുമെന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതോടെ നമ്മുടെ ഈ ഒരു ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് ഫുള്ള് നമ്മൾ കവർ ചെയ്തു. എന്ന് വെച്ചാൽ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്സ് മൊത്തം നമ്മൾ കവർ ചെയ്തു. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സുകൾ നമുക്ക് എന്താണ് ഇതിൻ്റെ ഓരോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്നും കൂടി നമുക്ക് എന്താണ് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ ഇടേണ്ടതാണ്. അടുത്ത ക്ലാസ്സിൽ ഞാനത് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, നിങ്ങൾക്ക് എപ്പോഴും നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ താങ്ക് യു മൈ ഡിയർ സ്റ്റുഡൻസ്.